ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡോടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി ധൻബാദ് എക്സ്പ്രസ്സാണ് കയറിയത്. നേരെ തൃശ്ശൂർക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം തിരക്കേ ഇല്ലായിരുന്നു കേട്ടോ. നല്ല സുഗമമായ യാത്രയായിരുന്നു. നമ്മുടെ മരായക്കുളം കഴിഞ്ഞു, ചേർത്തല കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു. ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരുമില്ല ട്രെയിനിൽ. നല്ല രസമായിരുന്നു. എന്താ പറയുക, നമ്മൾ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് പോകുന്ന അതേ ഒരു ഫീലിൽ തന്നെയാണ് മൊത്തം ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതിനിടയ്ക്ക് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചുമ്മാ ഫോൺ വെച്ചിട്ട് ചുമ്മാ സംസാരിക്കുക, ഒന്നുമില്ല, വെറുതെ അങ്ങ് ഇരിക്കുക, വെറുതെ സംസാരിക്കുക, ചിരിക്കുക. എന്നിട്ട് ആ വീഡിയോ ഞങ്ങൾ ഇന്നലെ പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. പോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിന് നല്ല വ്യൂവേഴ്സ്. സാധാരണ നമ്മൾ ഒരു മെനക്കെട്ട് ചെയ്യുന്ന ഒരു വീഡിയോനെക്കാട്ടൊക്കെ ഒരുപാട് റെസ്പോൺസ്. ഇത് നമ്മുടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ കുഞ്ഞിലെ അമ്മയുടെ കൂടെ അങ്കമാലിയിൽ പോകുന്നൊരു ഓർമ്മയൊക്കെ വന്നു. അങ്ങനെ അത് ചുമ്മാ അങ്ങ് എടുത്തത്. അങ്ങനെ ചുമ്മാ ട്രെയിനിൽ നിന്നുള്ള പല പല കാഴ്ചകളൊക്കെ എടുത്തു. ആക്ച്വലി ഞാൻ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ എടുക്കാൻ പോയി നിന്ന്. അപ്പോൾ ഞാൻ എവിടെയോ ഒരു സോളാറിൻ്റെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, ഇതാണല്ലേ നെടുമ്പാശ്ശേരി എന്ന് വെച്ച് ഞാൻ എടുത്തിട്ട് പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നെടുമ്പാശ്ശേരിയൊക്കെ കഴിഞ്ഞതും ആ ഒരു എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ മിസ്സായി പോയതും. ഇത് നമ്മുടെ സ്വന്തം മെട്രോ, അങ്ങനെ ആലുവ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു മെട്രോ. ഇപ്പോൾ മറ്റേ തൃപ്പൂണിത്തുറ എന്നാണ് തോന്നുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെ ഈ ഒരു ഭക്തിപരമായ ഒരു കാര്യത്തിന് പോകുന്ന ഒരു യാത്രയാണ്. സത്യത്തിൽ എന്താ പറയുക, ഒരു പോസിറ്റീവായിരുന്നു ഫുള്ള് രാവിലെ തൊട്ട് ഇറങ്ങുമ്പോഴ്. അങ്ങനെ കാലാവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയതും, അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് സ്ലീപ്പർ എടുപ്പിക്കാത്തതും, സീറ്റ് ഇഷ്ടം പോലെ ഉള്ളതും അതൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു ഗുഡ് വൈബായിരുന്നു. അങ്ങനെ തൃശ്ശൂരെത്തി, തൃശ്ശൂർ ഇറങ്ങുകയാണ്. ഇനി ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അവൾ വീട്ടിൽ നോക്കി നിന്ന് വീഴാനൊക്കെ പോയി. ഭാഗ്യത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ ചെറിയ അശ്രദ്ധയൊക്കെയാണ് വലിയ വലിയ അപകടങ്ങളൊക്കെ കാരണങ്ങളാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ മറ്റേ എസ്കലേറ്റർ വന്നു കേട്ടോ. ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എസ്കലേറ്റർ വന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? എന്തായാലും അതൊരു നല്ല കാര്യമല്ലേ. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ മറ്റേ കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് നല്ലൊരു ഉപകാരമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ പുറത്തിറങ്ങിയ സ്ഥലം ഈ വഴിയല്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പോകേണ്ട സ്ഥലം ശ്രീമൂലസ്ഥാനം, വിഷ്ണുമായ കുട്ടിച്ചേതൻ ക്ഷേത്രം. അതിന് മുന്നേ നമ്മളൊരു കടയിൽ കയറി അപ്പം, ആക്ച്വലി 2 പേർക്ക് അപ്പം പറഞ്ഞത്. എനിക്ക് അപ്പം കിട്ടിയില്ല, കാരണം ആകെ 2 അപ്പം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കിട്ടിയത് ഇടിയപ്പമാണ്. പക്ഷേ ഇടിയപ്പമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അവൾക്ക് അപ്പമാണ് ഏറ്റവും ഫേവറേറ്റ്. അതുപോലെ കിട്ടുകയും ചെയ്തു. ഒരു കടലക്കറി വാങ്ങിച്ചു. കടലക്കറി അല്ല, ഒരു ഗ്രീൻ പീസ് കറി വാങ്ങിച്ചുള്ളൂ. പിന്നെ എക്സ്ട്രാ ആഴ്ചയൊക്കെ മറ്റേ ഗ്രേവിയൊക്കെ തന്ന്. അവിടെ ഉണ്ടാക്കുന്നതല്ല, അവരുണ്ടാക്കിക്കൊണ്ട് അവിടെ വെച്ചേക്കുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ 2 പേരും പൈസ കൊടുത്ത് ഇറങ്ങുകയാണ്. ഏകദേശം 140 രൂപയാണ് ആയത്. ഞാൻ 4 ഇടിയപ്പവും കടലക്കറി, അവള് 2 അപ്പവും പിന്നെ 2 ചായയും. ഹോട്ടൽ ഗ്രീൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ തന്നെയാണ് ആ സ്ഥലം. അങ്ങനെ ഞങ്ങൾ നേരെ ശക്തസ്ഥാനിലോട്ട് നടക്കുന്ന വഴിയാണ് ഈ ഇമയുടെ ഷോറൂം കണ്ട്. ഇമ അതാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് അവസാനം നമ്മളതിൻ്റെ ബെഡ് വാങ്ങിച്ച്. പക്ഷെ നല്ല ബെഡ് കേട്ടോ. അങ്ങനെ ഇമ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, മറ്റേ ബെഡിൻ്റെ ഒരു കമ്പനിയാണ്. ഇത് നമ്മുടെ ജോയി ആലുക്കാസിൻ്റെ അവരെയാന്ന് തോന്നുന്നു, ഒരു വലിയ പാലസ്. എന്നാ വലിയ പാലസായിരുന്നു അത്, ദൈവമേ. അങ്ങനെ ഞങ്ങൾ ശക്തസ്ഥാനിലോട്ട് നടക്കുന്ന വഴിയിൽ തന്നെ ബസ് കിട്ടിയിട്ട് പറയണ്ട, ബസ്സിലാണ് നല്ല തിരക്ക്. കാരണം ബസ് നിന്ന് പോകും, അത്ര ഇടിച്ച് നിന്ന് പോകുന്ന തിരക്കാണ്. അത് വേണ്ടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി, കുറച്ച് പാടുപെട്ടെങ്കിലും ചെറിയ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ന് നല്ല തിരക്കാണ്. കാരണം അവിടുത്തെ ഉത്സവം വെള്ളാട്ട് തീരുന്ന ദിവസമാണ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ. എന്തായാലും നമ്മൾ വന്നു. ഇനിയിപ്പോൾ ബാക്കി ചത്താ പച്ച എന്താ വെച്ചാൽ നോക്കാം. എത്ര തിരക്കായാലും പോവുക, തൊഴുക. ആക്ച്വലി ഒരു ഉത്സവം എന്നറിയായിരുന്നു. നമുക്കിതിനെപ്പറ്റി ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ശരിക്കും ഞെട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം 3/4 മണിക്കൂർ മേളിലുണ്ട്. 56 രൂപയായി. ഇനിയാണ് പൂരം മക്കളെ, കാണേണ്ട കാഴ്ച തന്നെ.